നമുക്കറിയാം, രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്തും നടത്തും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് അവരുടെ മകൻ അകപ്പെട്ട കഞ്ചാവ് കേസിൽ അവർ എടുത്തിട്ടുള്ള നിലപാട്. അതിന് എടുത്തിട്ടുള്ള നിലപാട് തന്നെ, ആ നിലപാടിനെ ന്യായീകരിക്കാൻ അതിനുവേണ്ടി വാദിക്കുന്ന ഒരമ്മയാണ് നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പൊ ആ ഭാഗത്ത് ഞാൻ കൂടുതലായി കടക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെ MLA സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു MLAക്ക് ഇന്ന് 5 കോടി രൂപയാണ് ഒരു വർഷമുള്ള വിഹിതം എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് പലതരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ, സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരുപാട് ഫണ്ടിങ്, ഏറ്റവും കുറഞ്ഞ 20 കോടി രൂപ ഒരു മണ്ഡലത്തിൽ അവർക്ക് വിനിയോഗിക്കാൻ പറ്റും. പക്ഷെ ആ പണം ഉപയോഗിച്ചുകൊണ്ട് കായംകുളത്തിന്റെ രാഷ്ട്രീയമായ സാഹചര്യത്തിന്, ഈ പട്ടണത്തിന്റെ നിലനിൽപ്പിനല്ല, കായംകുളം നിയോജക മണ്ഡലത്തിൽ ശ്രദ്ധേയമായ എന്താണ് അവർ കൊണ്ടുവന്നത് എന്ന് പരിശോധിക്കുവാൻ നമുക്കൊക്കെ ബാധ്യതയുണ്ട്. രാഷ്ട്രീയമായി നമുക്കറിയാം, 20 വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈഎഫ്ഐക്കാരൻ ശ്രീ തച്ചടിയിൽ പ്രഭാകരന്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? കായംകുളം താലൂക്കാക്കി മാറ്റുവാൻ വേണ്ടി. അത് കഴിഞ്ഞ് 20 വർഷക്കാലം, 2 പതിറ്റാണ്ട് CPMന്റെ MLAമാരിവിടെ ഭരിച്ചു. അതിൽ 15 വർഷം LDF ഗവൺമെന്റ് ആയിരുന്നു. പക്ഷെ അവർക്ക് നടത്തുവാനോ അതിനുവേണ്ടി ചെറുവിരലനക്കുവാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, കരിയിലക്കുളങ്ങര മുതൽ നിങ്ങൾ ഈ പട്ടണത്തിൽ കായംകുളം മണ്ഡലത്തിന്റെ അവസാന ജംഗ്ഷൻ എലിവേറ്റഡ് ഹൈവേ ആക്കി കൊടുത്തു. അതിനപ്പുറത്ത് മാധവ ജംഗ്ഷൻ എലിവേറ്റഡ് ഹൈവേ ആക്കി. നാഷണൽ ഹൈവേയിൽ അത് നങ്ങ്യാറുകുളങ്ങരയിൽ നിന്ന് കേരള റോഡ് അവിടെ വലിയ വിശാലമായ അണ്ടർപാസ് നിർമ്മിച്ചു കൊടുത്തു. ഇപ്പുറത്തേക്ക് പോയാൽ കരുനാഗപ്പള്ളിയിൽ, പുത്തൻതെരുവിൽ ഒക്കെ, കരുനാഗപ്പള്ളി ടൗണിൽ ഒക്കെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിച്ചു. കായംകുളത്ത് ഇത് നിർമ്മിക്കുവാൻ ഒരു MLA എന്നുള്ള രീതിയിൽ അവർ ആക്ട് ചെയ്യേണ്ട സമയത്ത് ആക്ട് ചെയ്യാതെ, അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കാതെ വന്നതിന്റെ ഭാഗമായി ഇന്ന് കായംകുളം കിഴക്ക്, കായംകുളം പടിഞ്ഞാറ് എന്ന് പറയുന്ന 2 ഭാഗങ്ങളായി മാറിപ്പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കി. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാട്ടു ചാതുര്യം കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന ആക്കി വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ എന്നുള്ള രീതിയിൽ ബൂത്ത് തലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പരമാവധി വോട്ട് നേടിക്കൊടുത്തുകൊണ്ട് ലിജു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നിയമസഭയിലേക്ക് പറഞ്ഞുവിടുവാനും ഈ പറയുന്ന MLA ഇവിടെ നിന്നും പറഞ്ഞുവിടുവാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് മാത്രം വിനീതമായി